കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന CA, CMA, CS ഇന്ത്യൻ കോഴ്സുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ CAയുടെ റിസൾട്ട് 2 ദിവസം മുമ്പ് വന്നു. CMAയുടെ ഫൗണ്ടേഷൻ്റെ റിസൾട്ട് ഇന്ന് രാവിലെ വന്നു. ദെൻ CS-ൻ്റെ റിസൾട്ടൊക്കെ ഇപ്പോൾ അടുത്ത് വരാൻ വേണ്ടി പോകുന്നു. സ്വാഭാവികമായിട്ടും റിസൾട്ട് വരുന്ന സമയത്ത് ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള പോലെ ഒരു പേഴ്സൻറ്റേജിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുപരി കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 2022-23 കൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടവാങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പം കുട്ടികളുടെ ഒരു റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒന്നുകൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വരണം, അവർക്കൊരു മെൻറ്ററിങ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ CA, CMA, CS ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഇൻ്റർമീഡിയറ്റ് ലെവലിലാണ് അവർക്ക് ഏറ്റവും കൂടുതലൊരു ടൈം ഗ്യാപ്പ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് എങ്ങനെ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാം, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെൻറ്ററിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇപ്പോൾ നിലവിലുള്ള ക്ലാസ്സുകൾ, സോ കോൾഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തത് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുന്നില്ലേ, അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, അതേപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. ബൈ ദ വേ, ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് കിട്ടാനോ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ബുക്സ് കിട്ടാനോ കാര്യങ്ങൾ കിട്ടാനോ ഒന്നും യാതൊരു തടസ്സവുമില്ല. പക്ഷെ നമുക്കുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഏത് സെലക്ട് ചെയ്യണം, ഏത് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവവും, അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് നല്ല കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് മെൻ്റലി സ്ട്രോങ് ആയി കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന കപ്പാസിറ്റിയൊക്കെ കൂടുമ്പോഴാണ് നമ്മൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇന്നലെ വരെ ആ ഒരു രീതിയിലൊന്നും പഠിക്കാതെ ഇന്ന് പെട്ടെന്ന് ഒരു കാര്യം ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് റിസൾട്ട് കിട്ടണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ക്ലാസ്സുകൾ കിട്ടുന്നില്ല, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള നോട്ട്സുകൾ ഷെയർ ചെയ്യപ്പെടുന്നില്ല, ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പിന്നെ ആരെങ്കിലും വാങ്ങിച്ച റെക്കോർഡഡ് ക്ലാസ് 1, 2, 3 തവണയൊക്കെ കാണുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതല്ലാതെ ഒരുപാട് നോട്ട്സ് നാട്ടുകാരുടെ നിന്ന് കൺസ്യൂം ചെയ്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചത് കൊണ്ടോ, നമ്മളെ ഫയൽ ഫോൾഡർ സൂക്ഷിച്ചതുകൊണ്ടോ, നമ്മളെ കയ്യിൽ അട്ടിക്ക് വെച്ചത് കൊണ്ടോ പ്രത്യേകിച്ച് ഇതിനെ കൊണ്ട് ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം കുട്ടികൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് നമുക്ക് പഠനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, അതെങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് അച്ചീവ് ചെയ്യാം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ നല്ല ഒരു പ്രായമാണ്. ആ പ്രായം ഈ പറഞ്ഞ എക്സാമിൻ്റെ പുറകെ ഓടിയിട്ട് തീരും. റാറ്റ് റേസ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും പഠിക്കുന്നു, പാസ്സാവുന്നു. എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടിയിട്ടാന്ന് പറയും. അതിപ്പോൾ 10 കൊല്ലം കഴിഞ്ഞുകൊണ്ടോ 5 കൊല്ലം കഴിഞ്ഞുകൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് അഡീഷണൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ? നമ്മളെ ലൈഫിലുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം പോകും. അപ്പോൾ CA, CMA, CS പോലെയുള്ള കോഴ്സുകൾ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ 3-4 തരം കുട്ടികളുണ്ട്. ഒന്ന് ചങ്ങാതിമാർ പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ പോകുന്ന ആൾക്കാർ, ഞാനും പഠിക്കാൻ പോകുന്നു. എന്തെങ്കിലും പഠിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള കോഴ്സുകളിൽ വന്ന് ചേർന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ പരസ്യങ്ങൾ കണ്ടിട്ട് ഇങ്ങനെയുള്ള കോഴ്സുകളിൽ പോയി ചേർന്ന് 1 വർഷം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും. ദെൻ പഠിക്കണം, എനിക്ക് ഈ ഒരു കരിയർ തന്നെ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോഴ്സിനോട് പഠിച്ച് അത് താല്പര്യത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൃത്യമായ ഡയറക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികളുടെ ഈ സമയം എന്തായിക്കൊണ്ടിരിക്കും, ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും മിനിമം ടൈമിൽ എങ്ങനെ ഉള്ള റിസോഴ്സ്, ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഉള്ള റിസോഴ്സ് പരമാവധി പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൃത്യമായിട്ട് എങ്ങനെ ഒരു സ്റ്റഡി സ്ട്രക്ചർ ഉണ്ടാക്കാമെന്നും നമ്മൾക്ക് സെൽഫ് ലേണിങ്ങിനുള്ള ഒരു കപ്പാസിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, ഒന്ന് ബന്ധപ്പെടുക. ഒരുപാട് സമയം ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാവുക. ഒരുപാട് സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓൺലൈനിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് രാവിലെ 8 മണി മുതൽ 5 മണി വരെയൊക്കെ ഉണ്ടാവില്ലേ എന്നാണ് ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല. ഡെയിലി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം കോൺടാക്ട് ചെയ്യുക. പിന്നെ വെറുതെ വഴിയെ പോകുമ്പോൾ ഒന്ന് അന്വേഷിച്ച് കളയാം എന്ന് വെക്കുന്ന ആൾക്കാർ വെറുതെ അന്വേഷിച്ച സമയം കളയണ്ട. പഠിക്കണം, പാസ്സാവണം, മിനിമം ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. പിന്നെ നമുക്കൊരു സബ്ജക്റ്റ് എങ്ങനെ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നേരിട്ട് ബന്ധപ്പെടുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.